ഇന്ന് വൈകുന്നേരം ആയപ്പോഴേ മക്കൾ സ്കൂളിൽ വരാനായിട്ടുണ്ട്. ഇന്ന് ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. എല്ലാം കൂടി ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് വെള്ളം പാർന്ന് കലക്കി, എന്നിട്ട് അതിലൊക്കെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക, അതില്ലേ നമ്മളെ പൊള്ളാൻ വേണ്ടിയിട്ട് ഇടുന്ന അപ്പക്കാരം, അതും കൂടി അങ്ങോട്ട് ഇട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൂട്ടിയിട്ടോ. നല്ലോണം ഇളക്കി കൂട്ടിയതിന് ശേഷം ഒരു ജാറിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടോ. അപ്പോൾ ഞാനിതിൽ എടുത്തതെന്ന് പറഞ്ഞാൽ 4 കുണ്ടൻ കയ്യിലിന് എടുത്തിന്. പിന്നെ ഒരു കയ്യിൻ്റെ ഒരു പിടിക്കാൽ ഭാഗം ചോറും പിന്നെ ഏലക്കായും പിന്നെ അതുപോലെ ചെറിയ ജീരകവും ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ശർക്കര ഉരുക്കി കൊണ്ടുവന്നിട്ടോ. ശർക്കര ഉരുക്കി കൊണ്ടുവന്നത് ഇങ്ങനെ നമ്മൾ പരണതിനനുസരിച്ച് ഇളക്കണം കേട്ടോ, മറ്റേത് കട്ട കുത്തിപ്പോവും. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്താക്കിയിട്ട് എന്നിട്ട് കുറച്ച് നെയ്യ് പാർന്നിട്ട് നെയ്യിലേക്ക് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങയും തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി മാത്രം ആക്കിയത് കേട്ടോ. എന്നിട്ട് പിന്നെ ഏലക്കായൻ്റെ ഇത് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടട്ടോ. നിങ്ങൾക്ക് ചെറിയുള്ളിയൊക്കെ ഇടണമെങ്കിൽ ഇടുകയും ചെയ്യാണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്തതും കൊണ്ട് തൽക്കാലം അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടോ. ഏതായാലും പിന്നെ അത് ചട്ടി അഴിച്ചിട്ട് ഇതാക്കണ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൂട്ടി പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രിഡ്ജിൽ വെച്ചത് എല്ലാം കൂടി പുറത്തെടുത്ത് അപ്പോഴേക്ക് നമ്മൾ കുക്കറപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇതാക്കിയിട്ട് വെള്ളവും പാർന്നിട്ട് അങ്ങോട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടോ. അത് മുളക് നല്ലോണം വെന്താൽ നമുക്ക് എരിവുണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് തിളച്ച് വരട്ടെ വിചാരിച്ചിട്ട് കുക്കറപ്പം അങ്ങോട്ട് മൂടി വെച്ചിട്ട് പിന്നെയും കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ചോറിട്ട് കുറച്ച് തേങ്ങ ഇട്ട് വെള്ളം പാർന്ന് നല്ലോണം ഇളക്കിട്ടോ. ഇളക്കി നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെയും ജാറിലൊക്കെ അങ്ങോട്ടിട്ട് പിന്നെയും രണ്ടാമത് അതേപോലെ അരച്ചെടുത്ത്. അപ്പം നിങ്ങൾ വിചാരിക്കും കുക്കറപ്പം ചൂടാനാണ്. അല്ല കേട്ടോ, ഇതെല്ലാം നമ്മൾ മീൻ അപ്പം മീനിൻ്റെ അതൊക്കെ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്നിട്ട് നമ്മൾ പിന്നെ മീനൊക്കെ ഇട്ട് നേർപ്പിച്ച് എടുത്തിട്ടോ കറിയാക്കി എടുത്ത് അപ്പോഴേക്ക് ഇതാക്കണ നമ്മൾ ചട്ടിയിലേക്ക് ഇതാക്കണ ഇത് ഉണ്ടാക്കാനായിട്ട്, അഥവാ ഓട്ടട. ഈ ഓട്ടട എന്ന് പറഞ്ഞാൽ ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്ടട എന്തോന്നില്ല, ഞാൻ ചോറ് തിന്നാൻ അങ്ങോട്ട് ഒരു ശരിയായി ആവായി കാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ 2-3 ഓട്ടടയെ ചുട്ടിയുള്ളൂ. രാവിലെ ഇവിടെ ഓട്ടട ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം അത് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ചൂടില്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടാമതും ഉണ്ടാക്കിയെടുത്താട്ടോ. അങ്ങനെ ഓട്ടടയും നല്ലൊരു മീൻകറിയും കൂട്ടിയിട്ട് അപ്പോഴേക്ക് ഇതാക്കണ മഗ്‌രിബാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോമ്പറക്കാനായിട്ടുണ്ട്. ആദ്യം കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ ഫ്രൂട്ട്സ് തിന്ന് അതിന് ശേഷം ഓട്ടടയിൽ നല്ലോണം തലേന്നത്തെ മീൻകറി ആട്ടോ. അത് കഴിഞ്ഞിട്ട് വെക്കട്ടെ വിചാരിച്ചിട്ട് ഇന്നത്തെ മീൻകറീൻ്റെ മുമ്പത്തെ തന്നെ തലേന്നത്തെ മീൻകറിയും പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഓട്ടട അങ്ങോട്ട് കഴിച്ച് മക്കളെ എന്താണ് ടേസ്റ്റ്. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ സന്തോഷപൂർവ്വം വീഡിയോ കാണുക. ഇനി മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.